എഴുത്തുകാരൻ പി ശ്രീധരൻ ഇപ്പോഴും കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീധരൻ, ഇത്രയും ചിത്രങ്ങൾ ഒരുക്കാൻ താങ്കൾക്ക് എത്ര നാൾ വേണ്ടി വന്നു? ഈ ചിത്രങ്ങൾ മൊത്തത്തിൽ ഒരു 1.5 വർഷത്തെ അധ്വാനമുണ്ട്. പക്ഷേ ഇതിലേറെ പ്രത്യേകിച്ച് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സിനിമയുണ്ട്, എല്ലാ മേഖലയിലുള്ള വ്യക്തികളുടെ ഒരു കളക്ഷൻ, വലിയൊരു 50ഓളം ചിത്രങ്ങളുടെ കളക്ഷനിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇപ്പോൾ മലബാർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഫീവറുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മലബാറിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സാംസ്കാരിക സാഹചര്യത്തിന് യോജിക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ. എല്ലാ മേഖലയിലുള്ള ചിത്രങ്ങൾ, എനിക്ക് കൗതുകം തോന്നുന്ന എല്ലാ വ്യക്തികളെയും, എൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പോലും ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ എക്സിബിഷൻ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും കോഴിക്കോട് ഗാലറിയിൽ അധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും 25 ചിത്രങ്ങൾ, 20 ചെറുതും 5 വലുതുമായിട്ടുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുത്താണ്. ഒരുപാട് ആളുകളുടെ, എല്ലാ മേഖലയിലുള്ള ആളുകളുടെ ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ശ്രീധരൻ, എന്തുകൊണ്ട് പോർട്രേറ്റുകൾ, വ്യക്തികൾ, അവരുടെ മുഖങ്ങൾ, ഭാവങ്ങൾ ഇവയിലേക്ക് മാത്രം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുന്നു? അങ്ങനെയല്ല, ഞാൻ എല്ലാ മീഡിയത്തിലും എല്ലാ തരത്തിലുള്ള ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻ ഞാൻ ഇന്ത്യ ടുഡേയിലൊക്കെ സ്റ്റോറി ഇല്ലസ്ട്രേഷൻ ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അത്യാവശ്യമൊക്കെ ചില പ്രസിദ്ധമായ മീഡിയകളിലെങ്കിലും ചെയ്യുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻ എൻ്റെ ഒരു ക്രേസാണ്. പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശസ്തമായ വ്യക്തി ശ്രദ്ധിക്കപ്പെടുമ്പോഴോ അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി പോകുമ്പോഴോ കുട്ടികളോട് അതിനോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്കൂളിൽ ചാർട്ട് പേപ്പറിലൊക്കെ ചിത്രങ്ങൾ വരച്ചു വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കണ്ടമാനം പോർട്രേറ്റുകൾ, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവം പോർട്രേറ്റുകൾ, വ്യക്തികളുടെ പോർട്രേറ്റുകൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വ്യക്തിത്വങ്ങളെ എത്തിക്കാൻ വേണ്ടി പോർട്രേറ്റുകൾ കണ്ടമാനം ചെയ്യാറുണ്ട്. എല്ലാ മീഡിയത്തിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം പെസ്റ്റലാണ്. എല്ലാ മീഡിയവും ചെയ്യാറുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് എക്സിബിഷന് പോർട്രേറ്റ്സ് മാത്രം എടുത്തതാണ്. ക്രിയേറ്റീവായിട്ടുള്ള പെയിൻറ്റിങ്സ് വരെ ഈ അഡോബ് ഇല്ലസ്ട്രേറ്റർ വെച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ എക്സിബിഷനിൽ വളരെ നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത്. വളരെ നന്ദി ശ്രീ പി ശ്രീധരൻ ഇത്രയും സംസാരിച്ചതിന്. കമ്പ്യൂട്ടറിൽ വ്യക്തികളുടെ ഭാവങ്ങളും മുഖങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് അത് കോഴിക്കോട് ശ്രദ്ധേയമായൊരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ശ്രീധരൻ. വളരെ നന്ദി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായെത്തിയതിന് ഒരു ചെറിയ ഇടവേള കൂടി.